പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്നതിനിടെ രാജ്യം കടുത്ത സാമ്പത്തിക സമ്മർദ്ദത്തിൽ ചെലവ് ചുരുക്കാനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന് പിന്നാലെ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കുത്തനെ കൂട്ടി. രാവിലെ പവന് 10,200 രൂപ കൂടിയ സ്വർണ്ണവില പിന്നീട് 4,000 രൂപ കുറഞ്ഞു. സ്വർണത്തിന് തീരുവയ്ക്ക് പുറമെ ഇന്ധനവിലയിലും ഉടൻ വർധനയുണ്ടായേക്കും. അതിനിടെ സ്വന്തം അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനും പരമാവധി ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ സംഘർഷം നീണ്ടുപോയതോടെയാണ് സ്വർണം വാങ്ങുന്നത് പരമാവധി ഒഴിവാക്കാനും ഇന്ധനോപഭോഗം കുറയ്ക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. ഇതോടെ കടുത്ത നടപടികളിലേക്ക് രാജ്യം കടക്കുകയാണെന്നത് ഇതുവരെ ആശങ്ക മാത്രമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ശരിയാകുകയാണ്. 6% സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ. ഒറ്റയടിക്കത് 15% ഉയർത്തി. ഇറക്കുമതി കുറയ്ക്കുകയും വിദേശ നാണയ ശേഖരം സംരക്ഷിക്കുകയുമാണ് ലക്ഷ്യം. ലോകത്തിലെ തന്നെ പ്രധാന സ്വർണ്ണ ഉപഭോക്തൃ രാജ്യമായ ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന ആവശ്യം കുറയ്ക്കാൻ നടപടികൾ ഗുണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ കണക്കുകൂട്ടുന്നു. തീരുവ ഉയർത്തിയതോടെ പ്രതീക്ഷിച്ചതുപോലെ സ്വർണ്ണവിലയും കൂടി. ഗ്രാമിന് 1,275 രൂപയും പവന് 10,200 രൂപയുമാണ് രാവിലെ വർദ്ധിച്ചത്. എന്നാൽ ഉച്ചയോടെ പവന് 4,000 രൂപ കുറഞ്ഞു. 1,19,120 രൂപയാണ് ഒരു പവന്റെ പുതുക്കിയ വില. പണിക്കൂലി അടക്കം കഴിഞ്ഞ് ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 1,25,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. സ്വയം നിയന്ത്രണത്തിന് ആഹ്വാനം നൽകിയ പ്രധാനമന്ത്രി തന്റെ സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി. സുരക്ഷയിൽ ഇളവ് വരുത്താതെയാകും SPG നിയന്ത്രണം ഏർപ്പെടുത്തുക. വാഹനവ്യൂഹത്തിൽ പരമാവധി ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. പ്രധാനമന്ത്രിക്ക് പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ നിർദ്ദേശം നൽകി. മോദിയുടെ ചെലവ് ചുരുക്കൽ ആഹ്വാനം BJP ഭരിക്കുന്ന സർക്കാരുകൾ നടപ്പിലാക്കി തുടങ്ങി. ഡൽഹി ടൂറിസം മന്ത്രി കപിൽ മിശ്ര മെട്രോയിലാണ് ഓഫീസിലെത്തിയത്. സ്വർണത്തിന്റെ തീരുവ വർദ്ധിപ്പിച്ചതിനാൽ പെട്രോൾ ഡീസൽ വിലയിലും വർധനയുടൻ പ്രതീക്ഷിക്കാം. 5 മുതൽ 10 രൂപ വരെ വർധനയ്ക്കാണ് സാധ്യത. വിമാന ഇന്ധനവില കൂട്ടിയ സാഹചര്യത്തിൽ ജൂൺ മാസം മുതൽ 3 മാസത്തേക്ക് പല അന്താരാഷ്ട്ര സർവീസുകളും നിർത്തിവെക്കാനാണ് എയർ ഇന്ത്യയുടെ തീരുമാനം. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.